കൂട്ടക്കൊല എന്നുള്ളത് നടത്തിയതിൻ്റെ ഒരു ന്യായീകരണമായി പലത് പറയാം. 75 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെങ്കിൽ ആളുകൾ കുടുംബമടക്കം വെട്ടിക്കൊന്ന് ജയിലിൽ പോവുകയല്ലല്ലോ ചെയ്യാറ്. എന്തായാലും അഫാന്റെ പിതാവ് റഹീം ഇക്കാര്യത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള മടക്കം വൈകും. അദ്ദേഹം സൗദിയിലായിരുന്നു, ദമാമിൽ ആയിരുന്നു താമസിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ജോലി സമീപകാലത്ത് മാറിയിട്ടുണ്ട്. സുരേഷ് വെള്ളിമുറ്റം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. റഹീം എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ അംഗമായ റഹീമിനെ ജ്യേഷ്ഠന്മാരും അതുപോലെ തന്നെ ഉമ്മയും ഒന്നും സഹായിച്ചില്ല തുടങ്ങിയവയൊക്കെയാണ് പ്രശ്നമെന്ന് അഫാൻ പറഞ്ഞതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിൻ്റെ വസ്തുത എന്തായാലും കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് അക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ പ്രതി പലപ്പോഴും കള്ളം പറയാനുള്ള സാഹചര്യമൊക്കെ കണക്കിലെടുത്താൽ നമുക്ക് അഫാനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന പ്രശ്നം കൂടിയുണ്ട്. എന്തായാലും റഹീമിന് പറയാനുള്ളത് എന്താകും? സുരേഷ് വെള്ളിമുറ്റം. നാട്ടിലേക്ക് വരണമെന്ന ആഗ്രഹമാണ് അഫാന്റെ പിതാവ് റഹീം നമ്മളോട് പ്രകടിപ്പിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ഇന്നലെ സംസാരിക്കുമ്പോഴും ഇന്ന് രാവിലെ സംസാരിക്കുമ്പോഴും ഒക്കെ കരഞ്ഞുകൊണ്ട് മാത്രമാണ് റഹീമിന് സംസാരിക്കാൻ കഴിയുന്നത്. ഈ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം അദ്ദേഹത്തിന് ഇപ്പോഴും അതിൽ നിന്നും മോചിതനാകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ ദുരന്തം ഇക്കാര്യത്തിൽ നാട്ടിലേക്ക് വരിക എന്നുള്ളത് റഹീമിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് എളുപ്പമല്ല. കാരണം സൗദി അറേബ്യയിലെ റിയാദിലാണ് ആദ്യം റഹീം എത്തുന്നത്. അവിടെ നിന്നും ഇപ്പോൾ ഒരു 3 മാസം മുൻപ് മാത്രമാണ് ദമാമിലേക്ക് മാറിയിട്ടുള്ളത്. 7 വർഷത്തോളമായി അദ്ദേഹം സൗദിയിലെത്തിയിട്ട്, പക്ഷേ 3 വർഷത്തോളമായി ഇപ്പോൾ വിസ പുതുക്കിയിട്ട് അങ്ങനെ ഒരു അനധികൃത താമസക്കാരൻ അല്ലെങ്കിൽ വിസ ഇല്ലാത്ത താമസക്കാരൻ എന്നുള്ള രീതിയിലാണ് റഹീം ഇപ്പോൾ അവിടെ ദമാമിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ റഹീമിന് വേഗത്തിൽ നാട്ടിലേക്ക് പോകുക അത്ര സാധ്യമല്ല. ഔട്ട് പാസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു. അനധികൃത താമസക്കാരനാണ് റഹീം. അതായത് 3 വർഷമായി വിസ ഇല്ലാതെ താമസിക്കുകയാണ് അവിടെ. അപ്പോൾ തിരികെ വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അനധികൃത താമസക്കാരനായതുകൊണ്ട് തന്നെ മടങ്ങി വരവ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെ ഇടപെട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നേക്കും. കുടുംബത്തിൽ ഇനി ആരും ബാക്കിയില്ല. സാമ്പത്തിക ബാധ്യത എന്ന വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. എന്തായാലും റഹീമിനെ ഉമ്മയും അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാരും സഹായിച്ചിരുന്നില്ല എന്നൊരു വിപ്രതിപത്തി അഫാൻ ഉണ്ടായിരുന്നു എന്നാണ് അഫാന്റെ മൊഴി വിലയിരുത്തിയതിനു ശേഷം പോലീസ് പറയുന്നു. റഹീമിനൊപ്പം കുറെ കാലം അഫാനും പുറത്തായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ അവിടെ ചെന്ന് ജോലിക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു. ഈ വിദേശത്ത് നടത്തിയ കച്ചവടം തന്നെയാണ് ഈ കുടുംബത്തിന് നട്ടലൊടിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ എത്തി പല ജോലികൾ ചെയ്ത് വാഹനം ഓടിച്ച് ചില വാഹനങ്ങൾ മറിച്ചു വിറ്റ് ചില ജോലികളൊക്കെ ചെയ്ത് കുടുംബം പുലർത്താനൊക്കെ അഫാൻ ഇടയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്രയും വലിയ ക്രൂരമായ കൊലപാതക പരമ്പര നടത്തുമ്പോഴും അഫാനെ കുറിച്ച് ആളുകൾ പറയുന്നത് ശാന്ത സ്വഭാവിയായ ആളായിരുന്നു, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു എന്നുള്ളതൊക്കെയാണ്. അന്തർമുഖനായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സ്വഭാവ സവിശേഷതകളൊക്കെ വെച്ച് നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നടന്ന ഒരാളാണ് ഒരു സുപ്രഭാതത്തിൽ കുടുംബത്തിൽ 5 പേരുടെ മരണത്തിന് കാരണമായത്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോൾ ലഹരിയാണോ വില്ലൻ എന്ന ചോദ്യം സമൂഹത്തിൽ പല ആളുകളും ഉയർത്തുന്നുണ്ട്. പോലീസിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കണം. പ്രതിയുടെ രക്തപരിശോധനയ്ക്ക് ശേഷം മാത്രമേ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയാനാകൂ എന്നാണ് റൂറൽ SP KS സുദർശൻ പറഞ്ഞത്. ഡോക്ടർമാരുമായി ചർച്ച നടത്തിയതിന് ശേഷം ഈ കാര്യം വ്യക്തമാക്കുമെന്ന് റൂറൽ SP പറഞ്ഞു.